Hi, good evening, everybody. Good evening to all. Waiting for people to join. Yeah, let's wait. Hi, good evening, everybody. Yeah, I think people are joining. Ramya Sabu, hi. Ruby Bibin, hi, good evening. Good evening. Vijesh Bibi, hi. Juby Joseph, hi. Binimol Matthew, hi. Lina Jacob Shiju, hi. So I think they're joining. So Yeah, shall we begin the session? Let's begin. So good evening to everybody. So welcome to another wonderful live section organized by IALT, and I'm Sharon Thomas. And I'm Daniel Joseph. So today we are discussing about writing, OET writing letter. Yes. So we'll be focusing on two aspects. That is, one is selection and another one is organizing. So do we have any questions so far? No, I think people are just joining. Joining. Okay, Yeah. fine. So feel free to comment all your questions, all your doubts that you have, and we'll be happy to answer those. Yes. So shall we start? Let's begin. Okay. So for OET writing, before actually moving into the topic, we'll give a brief idea about OET writing. So for OET writing, you'll be having a total of 45 minutes. So the first 5 minutes is very important, and you have 40 minutes left to complete your OET letter. So firstly, നമുക്ക് ആദ്യത്തെ 5 മിനിറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം, ബിക്കോസ് ദാറ്റ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ പല ആൾക്കാർക്കും സ്കോർ OET റൈറ്റിംഗിൽ നല്ല സ്കോർ കിട്ടാത്തതിനൊരു മെയിൻ റീസൺ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ് ചെയ്യേണ്ട കാര്യം പ്രോപ്പർലി പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ്. സോ അതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ. Okay, so നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് തന്നെ അനലൈസിങ് ആൻഡ് സെലക്ഷൻ ആൻഡ് ദെൻ ഓർഗനൈസിങ്. സോ വിൽ ബി ടോക്കിംഗ് അബൌട്ട് അനലൈസിങ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളത്? അനലൈസിങ് ആൻഡ് സെലക്ഷൻ, ദെൻ organization, and also one more thing is there, transformation. So അതിലെ ഫസ്റ്റ് 2 പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നമ്മുടെ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ, കേസ് നോട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് 5 മിനിറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. So when you get a case note, first തന്നെ you have to read the entire case note. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി. ബട്ട് വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ഇൻ സ്പെസിഫിക് പോയിന്റ്സ്, വി ആർ ജസ്റ്റ് റീഡിംഗ് ടു അണ്ടർസ്റ്റാൻഡ്. സോറി, അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കുക. നെക്സ്റ്റ് തിങ് ഈസ് വെരി ക്രൂഷ്യൽ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് ദ റീഡർ. നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത് അത് ആ റീഡറിനെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഐഡന്റിഫൈയിങ് ദ റീഡർ. Now the third thing എന്ന് പറയുമ്പോൾ we have to ask some questions to ourselves. നമ്മളോട് തന്നെ കുറച്ച് questions ചോദിക്കണം. റീഡറിന് നേരത്തെ തന്നെ പേഷ്യന്റിനെ അറിയാമോ, അല്ലെങ്കിൽ ഇത് എക്സ്ട്രീംലി റെലവന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, സെമി റെലവന്റ് എന്താണ്, ഇറലവന്റ് പോയിന്റ്സ് ഏതൊക്കെയാണ്, ഈ 4 questions നമ്മളോട് തന്നെ ചോദിക്കണം. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മിസ് ചെയ്ത് കഴിഞ്ഞാലും അത്രയ്ക്ക് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇറലവൻ്റ് ആയിട്ടുള്ള ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു നമുക്ക് ബാക്ക്ലോഗ് നമുക്കൊരു മാർക്ക് കുറയാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ യു ഹാവ് ടു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെറ്റർ. ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണെന്നുള്ളതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ബിഫോർ ഫർദർ മൂവിംഗ്, ലെറ്റ് മി ടെൽ യു വൺ തിങ്. ആസ് യു ഓൾ നോ, വി ആർ നൗ എ പ്രിലിമിനറി പ്രിപ്പറേഷൻ പ്രൊവൈഡർ. സോ IALT ഒഫീഷ്യലി OETയുടെ വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, എസ്പെഷ്യലി നമ്മൾ ഇന്ന് കേസ് നോട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ OETയുടെ ഒതന്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ അതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അതെ, അത് പലർക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. സിൻസ് IALT ഈസ് എ പ്രിലിമിനറി പ്രൊവൈഡർ, നമുക്ക് ആ കേസ് നോട്ട് വെച്ചാണ് അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനത്തെ ഒഫീഷ്യൽ ആയിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതുകൂടെ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിനും അത് available ആണ്. Okay, so let's read some comments. Bonnie Boban, good topic. Okay, IALT going
Very well. Okay, fine. Everything is good. Then, yeah. Please comment so that let us know whether you are watching or not. Doubts, questions, എന്തും ആവട്ടെ നമുക്ക് കമന്റ് ചെയ്യുക. We'll be happy to answer that. Yes. So let's move on, right? Yes. So first നമ്മൾ പറഞ്ഞു first 5 minutes നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഒന്നാമതായിട്ട് identify the reader. So നമുക്ക് നോക്കാം. This is our case note. Okay. So ഇതൊരു ഒഫീഷ്യൽ കേസ് നോട്ടാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി ഒരു പെട്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ ലൈക്ക് റീഡ് ഇറ്റ് ആസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സ്റ്റോറി. ഒരു കഥ ഇതിലുണ്ട്. ആ ഒരു കഥ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് വായിച്ചു വിടുക. So this is a case note. So ഇതിൽ നോക്കുവാണെങ്കിൽ patient age, marital status, admission date, discharge date, diagnosis, social background, treatment. Then we have past medical history, medical background, nursing management, assessment, and discharge plan, and again, finally anticipated needs of patient. Also we have a task here. നമ്മുടെ റൈറ്റിംഗ് ടാസ്ക്. ഓക്കെ, ഇത് ഒരു ലെറ്ററിൻ്റെ ഐ തിങ്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ റൈറ്റിംഗ് ടാസ്ക് ആയിരിക്കും. കാരണം ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്, അതായത് റീഡർ ആരാണ്, റീഡറിനും പേഷ്യൻറ്റുമായിട്ടുള്ള റിലേഷൻ ലൈക്ക് നോൺ ആണോ അൺനോൺ ആണോ കണ്ടുപിടിക്കുക. പിന്നെ പ്ലേസ്, എങ്ങോട്ടാണ് നമ്മുടെ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആകുന്നത് അല്ലെങ്കിൽ പോകുന്നതെന്ന്. പിന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് ലെറ്റർ ഉണ്ട്, എന്ത് തരത്തിലുള്ള ലെറ്ററാണ് കിട്ടാൻ പറ്റുന്നത്. Before that we have a question asked by Vijesh Baby. He asked what are the types of letters? So normally നമുക്ക് കിട്ടുന്ന 3 തരത്തിലുള്ള ലെറ്റേഴ്സ് ആണ്. ഒന്ന് ട്രാൻസ്ഫർ, ഡിസ്ചാർജ് ആൻഡ് റെഫറൽ. ഇത് നേരത്തെ ഓൺ ബിഹാഫ് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേ കാലമായിട്ട് ഇപ്പോൾ ചോദിച്ച് കാണാറില്ല. സോ നമുക്കത് വലിയ ആവശ്യം വരില്ല. പക്ഷേ ഈ 3 ലെറ്റർ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. Okay. So reading the task. Using the information given in the case note, write a discharge letter to deny Pisika Rosewood where Miss and there are some information provided. Address ana. Yeah, care home 44 High Street, Newton, where Miss D Santo is a resident. So this is the task. So ee oru task vaayikkumbol thanne namakkariyam write a discharge letter. That is clearly given in the task. ഏത് തരത്തിലുള്ള ലെറ്റർ ആണെന്നുള്ള നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. So update letter അല്ലെങ്കിൽ discharge letter നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ലെറ്റർ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. Now who the reader is? റീഡറിന്റെ പേരാണ് ടിനീസ് പിസിക്ക. And finally നമുക്ക് പേഷ്യന്റിന്റെ നെയിമും ഇവിടെ തന്നെ ഉണ്ട്, മിസ് ഡി സാന്റോ. And also you can see Miss D Santo is a resident. So that is an important point വളരെ to be noted. ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മിസ് ഡി സാന്റോ ഈസ് എ റെസിഡന്റ് എന്നുള്ളത്. റെസിഡന്റ് എന്ന് പറയുമ്പോൾ ഈ റോസ്വുഡ് കെയർ ഹോമിലെ റെസിഡന്റ് ആണ് മിസ് ഡി സാന്റോ. സോ അതിനൊരു എക്സാമ്പിൾ സാർ പറയുവാണെങ്കിൽ ഇച്ചിരി ഈസി ആയിരിക്കും അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഫർദർ മൂവ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് നമുക്കൊരു നോൺ കേസ് ലെറ്ററിനെ പറ്റി നമുക്ക് നോക്കാം. എന്താണ് നോൺ കേസ് ലെറ്റർ? സോ ഫോർ എക്സാമ്പിൾ ഷാരോൺ ഹിയർ വിൽ ബി എന്താ പറയുക ഡിനീസ് എന്ന്. സോ ഷാരോൺ ഈസ് ദ കെയറർ ഇൻ ദി റോസ്വുഡ് കെയർ ഹോം ആൻഡ് ഐ എം ഹെർ പേഷ്യൻറ്റ്. അതായത് ഇതിൻ്റെ ഇത്രേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന കെയർ ഹോമിൽ എന്നെ കെയർ ചെയ്യുന്ന നേഴ്സാണ് ഷാരൺ. അപ്പോൾ എനിക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് ആദ്യം ആരാ അറിയുക? ഒബ്വിയസ്ലി ഷാരൺ ആയിരിക്കും അറിയുക. അതുകൊണ്ട് തന്നെ എന്നെ എന്ത് കാരണം കൊണ്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഷാരൻ്റെ ഉണ്ടാവും അല്ലേ? സോ ഇതാണ് നോൺ കേസ് ലെറ്റേഴ്സിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. സോ ഇവിടെ ശരിക്കും മിസ് ഡി സാന്റോ ഈസ് എ റെസിഡന്റ് ക്ലിയർലി കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് നമ്മൾ നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്നുള്ളത് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സിൻസ് ദിസ് ഇസ് ഗിവൺ ഇറ്റ് ഈസ് എ നോൺ കേസ്. സോ നമ്മൾ ഫസ്റ്റ് 5 മിനിറ്റ് ചെയ്യേണ്ട നോൺ കേസ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. Now moving on to the main part. ഇനിയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാർട്ട്, ദാറ്റ് ഈസ് ഐഡന്റിഫൈങ് റെലവന്റ്, ഇറെലവന്റ് ആൻഡ് സെമി റെലവന്റ് പോയിന്റ്സ്. ബിക്കോസ് ഇറെലവന്റ് പോയിന്റ്സ് അല്ലെങ്കിൽ റെലവന്റ് അല്ലെങ്കിൽ സെമി റെലവന്റ് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ലെറ്റർ എഴുതുമ്പോഴും ഓർഗനൈസേഷൻ ചെയ്യുമ്പോഴും എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ നമുക്കൊന്ന് നോക്കാം. സോ ബിഫോർ ദാറ്റ് many people are joining. Okay, so do we have any they questions? also commented it as non-case. Richa Carolyn, Gina Edison, Sebin Sebastian, hi everyone. Yeah, so let's move on. Okay,
So finding out relevant points from this case note. So can you please, I think we'll ask them to find I think right? we should, yes. Okay, so ഇതാണ് പേഷ്യൻറ്റിൻ്റെ ബേസിക് ഒരു ഡീറ്റെയിൽസ് ആണ്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ദി ഫർദർ ഡീറ്റെയിൽസ്. ബട്ട് ഇവിടെ പേഷ്യൻസിൻ്റെ ബേസിക് ഏജ്, മേരിറ്റൽ സ്റ്റാറ്റസ്, നെക്സ്റ്റ് ഇൻ അഡ്മിഷൻ, സോ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് റെലവൻറ്റ്, ഏതൊക്കെയാണ് ഇറെലവൻറ്റ് എന്ന് പ്ലീസ് ടു കോമെന്റ് ആൻഡ് വിൽ ബി റിയലി എക്സൈറ്റഡ് ടു സീ ദാറ്റ്. Yes. So I think it is visible to you all, right? I'll be moving it out so that you can read it. We have a lot of hi, like Gayatri hi, Lisa Jaimon hi, and Sebin Sebastian hi. So like a lot of people are coming in. Hello. Anandu hi. Gayatri Ajit hi. Okay. So please do comment. Have a look at this and comment which all are relevant details. ഒരു നോൺ കേസിൽ എന്തൊക്കെയായിരിക്കും റെലവൻറ്റ് വരാൻ പറ്റുക, ജസ്റ്റ് യൂസ് എൻ ഇമാജിനേഷൻ, ലൈക്ക് ഫൈൻഡ് ഔട്ട്. സോ മുമ്പേ ഡാനറ്റ് സാർ പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മതി. ഓൾറെഡി അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഹൗ വി ഹാവ് ടു തിങ്ക്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. I think let's continue with that. Okay. Okay, fine. Yeah, please try. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു, ഞാൻ ഓൾറെഡി അതായത് നമുക്ക് ഈ പേഴ്സണലൈസ് ആയിട്ട് നമുക്ക് കേസ് നോട്ട് എടുക്കാം. സോ ഷാരോൺ ഈസ് മൈ കെയറർ ആൻഡ് ഐ ആം ദ പേഷ്യൻറ്റ്. സോ ഓൾറെഡി ഞാൻ താമസിക്കുന്ന കെയർ ഹോമിലെ എന്നെ കെയർ ചെയ്യുന്ന ആളാണ് ഷാരോൺ. സോ ഷാരോണ് എന്നെ ട്രീറ്റ് ചെയ്ത നേഴ്സ് ഒരു ലെറ്റർ അയക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വേണ്ടാത്തത് എന്ന് നോക്കാം. കമന്റ് വന്നിട്ടുണ്ട്. ഡിസ്ചാർജ് ഡേറ്റ്, ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ, ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് പ്ലാൻ ടു ബി ആഡഡ്. വെരി ഗുഡ്. Then irrelevant ആയിട്ടുള്ളത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ ഹിസ്റ്ററി obviously. Then age, admission date, discharge date, nursing management. Okay. Then include present condition. Anumaria comment is include present condition and discharge plan obviously. Okay. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ റൈറ്റ് ആണ്. വെരി ഓൺ പോയിന്റ്. Appear or irrelevant present condition, irrelevant past things obviously. So we'll continue, right? Yes. So moving from the beginning, ഇതൊന്നും നമ്മൾ എന്തായാലും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, because it is a non case. Then what about admission date, discharge date? അഡ്മിഷൻ ഡേറ്റും ഡിസ്ചാർജ് ഡേറ്റും നമുക്ക് ആക്ച്വലി റെലവൻ്റ് ആണ്. ബിക്കോസ് ഈ അഡ്മിഷൻ ഡേറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ ലെറ്റർ ഒന്ന് എൻ്റയർലി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റെലവൻറ്റ്. പക്ഷേ നമ്മൾ ഇന്ന ദിവസമാണ് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളത് റെലവൻ്റ് അല്ല. പക്ഷേ ഡിസ്ചാർജ് ഡേറ്റ് റെലവൻ്റ് ആണ്. കാരണം ഒരു പ്രൊസീജിയർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മുടെ പേഷ്യൻറ്റിനെ കെയർ ഹോമിലേക്ക് അയക്കുന്ന ദിവസം അത് റെലവൻ്റ് ആണ്. Now what about diagnosis? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ എന്ത് കാരണം കൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നുള്ളത് എൻ്റെ കെയറിന് അറിയാം. സോ ഇത് തന്നെയായിരിക്കും ഡയഗ്നോസിസ്. Then social background obviously irrelevant ആണ്. Then ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഈ ട്രീറ്റ്മെൻറ്റിൽ വരാറ്. സോ എനിക്ക് എന്താണ് ലൈക്ക് ഐ ഹാഡ് എ സർജറി. ഓക്കെ, റൈറ്റ് ഓസ്റ്റിയോട്ടോമി 23 ജൂൺ 2018 നടന്നു. ഞാൻ എന്നാണ് അഡ്മിറ്റ് ആയത്? 23 ജൂൺ 2018. സോ എന്നെ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം നടന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ഇത് റെലവൻ്റ് ആണ്. Now moving on, what about past medical history? Normally so നമുക്ക് അവരോട് ചോദിക്കാം, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് ആണോ അല്ലേ? Yes. Please comment, let us know. So ഇവിടെ കമന്റ് വന്നിട്ടുണ്ട്. ഡിസ്ചാർജ് പ്ലാൻ obviously ജീന പറഞ്ഞു ഡിസ്ചാർജ് പ്ലാൻ it is needed. Vijesh baby care need to be done obviously. Current condition, nursing management reviews. Yes, that's right. Then name, age, admissions, discharge date, past, present, social. These all details are not important, but some are important. Okay, so not relevant, non important ആയിട്ടുള്ളത് നമുക്ക്
വരുന്നത്. സോ വെരി സ്പോട്ട് ഓൺ അനാലിസിസ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് നടത്തിയേക്കുന്നത്. ഇറ്റ്സ് റിയലി ഇംപ്രസീവ്. So past medical history കാര്യം നമ്മൾ നോക്കാം. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിക്കണം. Even though we know that this is irrelevant, but we have to read it, right? Yes. So pneumonia 2000. So അത് ഓൾറെഡി നമുക്ക് വേണ്ടെന്ന് അറിയാം, കഴിഞ്ഞ കാര്യമാണ്. So what about hypertension? Here it is mentioned since age 50 and also medicine Verampimal 80 mg അതും കൂടെ കൊടുത്തിട്ടുണ്ട്. So what about hypertension since age 50, which means it is still continuing. അതായത് 50 years of age തൊട്ട് hypertension ഉണ്ട്. So അത് Verampimal മെഡിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. So ഈ ഒരു കേസ് നമ്മൾ നോക്കണം, ഡിസ്ചാർജ് പ്ലാനിൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ Verampimal മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി ഇൻ കേസ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെലവന്റ് പോയിന്റ് ആണ്. സോ മൂവിംഗ് ഓൺ, നമുക്ക് കാണാം ഡിസ്ചാർജ് പ്ലാനിൽ ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് Verampimal ടു കണ്ടിന്യൂ. സോ അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷന്റെ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ള കാര്യം നമുക്കിവിടെ റെലവന്റ് ആയി. സോ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഈ ഒരു പോയിന്റ് റെലവന്റ് ആണ്. Now ഇതൊന്നും ഇറലവന്റ് ആണ്. Then coming on to allergies. അലർജീസ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ പോലെ തന്നെ കണ്ടിന്യൂയിങ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ അലർജീസ് എന്ന് പറയുന്നത്. ലൈക്ക് വൺസ് യു ഗോട്ട് അലർജിക്സ് സംതിങ്, ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്കത് കാണും. പക്ഷേ നമുക്കിവിടെ നോക്കേണ്ടത് അദ്ദേഹത്തിന് 3 കാര്യങ്ങളിലാണ് അലർജിക് ആയതുള്ളത്. ലാറ്റക്സ്, ഡെസ്മൈറ്റ്സ് ആൻഡ് നിക്കിൾ. ഈ 3 കോമ്പൗണ്ടിലും നമ്മുടെ പേഷ്യന്റ് അലർജിക് ആണ്. സോ ലെറ്റ്സ് സീ വെദർ ഇറ്റ്സ് മെൻഷൻഡ് എനിവെയർ എൽസ്. ഡിസ്ചാർജ് പ്ലാനിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മോണിറ്ററിംഗ് മെഡിസിനെ പറ്റി പറയുന്നുണ്ട്. ലൈക്ക് സംതിങ് റിവ്യൂ അലർജീസിനെ പറ്റി നമുക്ക് യാതൊരു ഇൻഫർമേഷൻ തരുന്നില്ല. സോ ഒബ്വിയസ്ലി അത് ഇറലവന്റ് ആണ്. എഗെയിൻ മദർ സിസ്റ്റർ ഹിസ്റ്ററിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണ്. പക്ഷെ ഇത് പറഞ്ഞേക്കുന്ന പേഷ്യന്റ് മദർ, പേഷ്യന്റ് സിസ്റ്ററിനും പുണ്യം വന്നിട്ടുണ്ട്. സോ എഗെയിൻ ഒബ്വിയസ്ലി അത് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ആവശ്യം വരുന്നില്ല. മൂവിംഗ് ഓൺ ടു ദി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഒബ്വിയസ്ലി അത് ഇറലവന്റ് ആണ്. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി റീഡറിന് അറിയാം. Now what about nursing management? So nursing management like വരുമ്പോൾ നമുക്കറിയാം vital signs, normal limits, ECG normal range. So let me ask you one thing. ഈ vital signs ഉം ECG normal range എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണോ വേണ്ടയോ? So ഇത് രണ്ടും നമുക്ക് സെമി റെലവന്റ് പോയിന്റ്സ് ആയിട്ട് വെക്കാം. ബിക്കോസ് അത് നോർമൽ ലിമിറ്റ്സ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ECG നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എക്സ്ട്രീംലി റെലവന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ സെമി റെലവന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലെറ്റർ ഈസ് ടു സ്മോൾ, ദെൻ യു ക്യാൻ ആഡ് ദീസ് 2 പോയിന്റ്സ്. അല്ല നിങ്ങൾക്ക് ഇനഫ് വേർഡ് ലിമിറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ദിസ് വൺ. Then what about oral analgesia? You can see Panadin Fort, then paracetamol and also antibiotic therapy augmentin Fort. ഇത് ഇത്രയും മെഡിസിന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കുമ്പം ഇത് നമുക്ക് റെലവന്റ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. What about Panadin Fort? ഡിസ്ചാർജ് പ്ലാനിലേക്ക് പോവുക. ഡിസ്ചാർജ് പ്ലാനിൽ എവിടെയും മരുന്നിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ് Panadin Fort, augmentin Fort. സോ അതായത് മുകളിൽ പറഞ്ഞേക്കുന്ന ഈ ഓഗ്മെന്റിൻ എന്ന് പറയുന്ന മരുന്നും Panadin Fort എന്ന് പറയുന്ന മരുന്നിനെ തിരിച്ച് ഡിസ്ചാർജ് പ്ലാനിലേക്ക് വരും മോണിറ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതും ഒരു റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. പക്ഷേ ഇവിടെ കൊഡൈൻ ആൻഡ് പാരസെറ്റമോളിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല, which means that we don't need to include that. That one. Okay. Now next we have assessment overall good progress. So obviously നമ്മൾ അത് മെൻഷൻ ചെയ്യണം, വളരെ റെലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഡിസ്ചാർജ് പ്ലാനിൽ നമ്മൾ മെഡിസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ദെൻ Verampimalന്റെ പറഞ്ഞു. Elevation of right foot, bed rest, avoid weight bearing, ice if needed. So ice if needed എന്ന് പറഞ്ഞ if needed എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു സെമി റെലവന്റ് പോയിന്റ് ആയിട്ട് വെക്കാം. അല്ലെങ്കിൽ let me tell you one thing, നിങ്ങളുടെ ലെറ്റർ ഷോർട്ട് ആണെങ്കിൽ you can add this one. Again റിവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. 7th ജൂലൈയിലാണ് റിവ്യൂ ഉള്ളത്. പക്ഷെ നമ്മൾ ഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. സോ നമ്മുടെ അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 23rd ജൂൺ, ഡിസ്ചാർജ് ഡേറ്റ് എന്ന് പറയുന്നത് 24th ജൂൺ ആണ്. എഗെയിൻ നമ്മുടെ ഇതിൽ പറയുന്ന റിവ്യൂ ഡേറ്റ് 7th ജൂലൈ. അതായത് കെയർ ഹോമിൽ വന്നതിന് ശേഷം ആഫ്റ്റർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, ലൈക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് റിവ്യൂവിന് കൊണ്ടുപോകണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു റെലവന്റ് നോട്ടാണ്, കാരണം നമ്മളാണ് പേഷ്യന്റിനെ റിവ്യൂവിന് കൊണ്ടുപോകേണ്ടത്. That is needed. Then preserve skin integrity after removal of wound. So is this point important? Yes. ഇത് നോക്കിയിട്ട് is this relevant or relevant? Please do comment. Let us know. And a lot of comments coming. Priya does not need past medical history unless any changes has been done. Okay. Then Danet sir and Sharon were very nice preserve. Thank you so much. But we have a message from Ruby.
Do you know about the Varampril is also by the one who taking care? Yes, Varampril കാര്യം again അത് നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹൈപ്പർ ടെൻഷന് വേണ്ടി കഴിക്കുന്ന മരുന്നാണ് വെരാംപ്രിൽ. നമുക്ക് ഡിസ്ചാർജ് പ്ലാനിലേക്ക് നോക്കുമ്പോൾ വെരാംപ്രിൽ ടു ബി കണ്ടിന്യൂഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നത്. നോൺ ആണെങ്കിൽ കൂടി നമുക്കറിയില്ല അത് ഈ മെഡിസിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ. ഈ കൊടുത്തേക്കുന്ന പാരഡൈൻ ഫോർട്ട് അല്ലെങ്കിൽ ഓഗ്മെന്റിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ടൈമിങ്ങിലാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് അത് അറിയത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വെരാംപ്രിൽ കണ്ടിന്യൂ. അപ്പം ഈ വെരാംപ്രിൽ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ക്വാണ്ടിറ്റി, ഡ്യൂറേഷൻ എല്ലാം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കെയറിന് അറിയാം. സോ ആ സെയിം പ്രൊസീജിയറിൽ കൂടെ തന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാനാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണോ വേണ്ടേന്നൊരു ഡൗട്ട് വരുന്നതാണ്. ക്ലിയർ ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് റെലവന്റ് ആയത്. സോ ഐ ഹോപ്പ് റൂബി യുവർ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. സോ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് റെലവെന്റ് ആണെന്നാണ്. നമ്മൾ ചോദിച്ചായിരുന്നു പ്രിസർവ് സ്കിൻ ഇന്റഗ്രിറ്റി അബൌട്ട് റിമൂവൽ ഓഫ് ബൂട്ട് റെലവെന്റ് ആണോ ഇറലവെന്റ് ആണോ എന്ന്. സോ ഇസ് ഇറ്റ് റെലവെന്റ് ഓർ ഇറലവെന്റ് ഓർ സെമി റെലവെന്റ് പോയിന്റ്? യെസ്, ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. റെലവെന്റ് ആണെന്ന് പറയുന്നു. So I think we can explain it, right? Yes, ഈ പ്രിസർവ് സ്കിൻ ഇന്റഗ്രിറ്റി ആഫ്റ്റർ റിമൂവൽ ഓഫ് ബൂട്ട് എന്ന് പറയുന്നത് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ആക്ച്വലി റിമൂവൽ ഓഫ് ബൂട്ട് ആഫ്റ്റർ റിമൂവൽ ആണ്. 7th July 2018 ആണ് ഈ ബൂട്ട് റിമൂവ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കിൻ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ. സോ ഒബ്വിയസ്ലി ഓസ്റ്റിയോപ്പതി റിവ്യൂവിന് ചെല്ലുമ്പം അവിടുന്നും നമുക്ക് ഈ പ്രിസർവ് സ്കിൻ ഇന്റഗ്രിറ്റി എന്നുള്ളത് നമ്മളോട് ഇൻഫോം ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എഴുതാത്തത്. ബട്ട് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഓസ്റ്റിയോപ്പതി ഔട്ട് പേഷ്യന്റിൽ നിന്ന് കെയറിന് ഒരു ലെറ്റർ പോവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് റെലവെന്റ് ആയിട്ട് ഇത് ഇറെലവെന്റ് ആണ്. Again, what about equipment required? Of course അത് വേണം. Crutches provided by hospital. Follow physiotherapy, outpatients, appointments to be fixed at osteopathy review. Adum venam. Then anticipated needs of patient, obviously help with ADLs, showering, toilet use, activity of daily basic. അതായത് കെയർ ഹോമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നമ്മളിപ്പം ഈ ഒരു കേസ് നോട്ടിൽ നിന്ന് നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളതും ഇറലവെന്റ് ആയിട്ടുള്ളതും സെമി റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സോ നിങ്ങൾക്ക് ഈ ഒരു കേസ് നോട്ടിൽ ഇത്രയും കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് us know about it. അതെ, any questions at all? Any questions is welcome. Presentation is super എന്ന് പറഞ്ഞിട്ടുണ്ട്. Thank you so much. Thank you Binsi Kebaba, thank you. Semi relevant. Okay, it can be semi relevant ആയിട്ട് നമുക്ക് പറയാം അല്ലേ, മറ്റേ പോയിന്റ് സെമി relevant but not extremely relevant. Okay, so do you have any other date? Priyam George is asking date. Date നമ്മൾ പറഞ്ഞ പോലെ അഡ്മിഷൻ ഡേറ്റ് അത് അഡ്മിഷൻ ഡേറ്റ് ആയതുകൊണ്ട് മാത്രം റെലവെന്റ് ആകുന്നില്ല. അഡ്മിഷൻ ഡേറ്റ് നമുക്ക് റെലവൻസി വരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഏരിയയിൽ വരുമ്പോഴാണ്. റൈറ്റ് ഓസ്റ്റിയോട്ടമി കഴിഞ്ഞത് 23 ജൂൺ 2018 അതുകൊണ്ടാണ് ആ ഡേറ്റിന് റെലവൻസി വരുന്നത്. പക്ഷേ ഡിസ്ചാർജ് റേറ്റ് ഒബ്വിയസ്ലി റെലവെന്റ്. കാരണം 24 തീയതി കഴിഞ്ഞിട്ട് വേണം ഈ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പേഷ്യന്റിനെ അവരുടെ കെയർ ഹോമിലേക്ക് കൊണ്ടുപോകാൻ. സോ അവർക്ക് ഡേറ്റ് ഒബ്വിയസ്ലി റെലവെന്റ് ആണ്. So I think everybody's doubt is clear. And any other questions? Priyade doubt clear ആയി. Question clear ആണെന്ന് തോന്നുന്നു. Any other questions regarding relevant, irrelevant or semi relevant? So since ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതൊരു നോൺ കേസ് ആണ്. സോ നോൺ കേസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഈ കാര്യങ്ങളൊക്കെ റെലവെന്റ് ആയത്. സോ ഇതൊരു അൺനോൺ കേസ് ആയിരുന്നെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന റെലവെന്റ് പോയിന്റ്സും ഡിഫറെന്റ് ആയിരുന്നു. തീർച്ചയായും. Okay, fine. Well explained. Thank you. Okay, I think everybody's doubt is clear now. Yes. Just move on, right? Let's move on. So relevant, irrelevant, semi-relevant point നമ്മൾ find out ചെയ്തു. Now next thing is organization. Obviously organization എന്ന് പറയുമ്പം നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിലും ഓർഡർ ഓഫ് ടൈം ഓഫ് വിസിറ്റിലും. സോ ഓർഡർ ഓഫ് ടൈം ഓഫ് വിസിറ്റിലാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ടൈം അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ നമ്മുടെ കേസ് നോട്ടിൽ അവൈലബിൾ ആയിരിക്കണം. പക്ഷെ നമ്മുടെ ഈ ഒരു കേസ് നോട്ടിൽ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിലാണ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. സോ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി.
റീഡറിന് ഫസ്റ്റ് പേഷ്യന്റിന്റെ കാര്യം വായിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം എന്താണ്, അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് പാരയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ അതാണ് ഓർഗനൈസേഷന്റെ ഫസ്റ്റ്, ദാറ്റ് ഈസ് പ്രൊവൈഡ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റീഡർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് അബൌട്ട് മോണിറ്ററിംഗ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മെഡിസിന്റെ കാര്യം, ഇന്ന മെഡിസിൻ മോണിറ്റർ ചെയ്യണം, ഇപ്പൊ പെരാമ്പമിന്റെ കാര്യം നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം, അല്ലെ അത് മോണിറ്റർ ചെയ്യണം, അതൊക്കെ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ പറയാം. ആൻഡ് ഫൈനലി വരുമ്പോഴാണ് ഇൻഫർമേഷൻ പറയുന്നത്. സോ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇന്ന ദിവസം റിവ്യൂവിന് വേണ്ടി വരണം, സോ ദാറ്റ് ഈസ് ഇൻഫോമിംഗ്. ഇന്ന ദിവസം സ്റ്റേബിൾസ് റിമൂവ് ചെയ്യണം, സോ ദാറ്റ് ഈസ് അഗൈൻ an information. അതാണ് അതുപോലെ അവർക്ക് എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് പ്രൊവൈഡ്, second one monitoring, and third one is information. So ആ ഒരു രീതിയിലാണ് ഓർഗനൈസേഷൻ പോകുന്നത്. So what about starting the letter, like introduction? Okay, so ഒരു ലെറ്ററിന്റെ ബേസിക് ഫോമാറ്റ് ലൈക്ക് ഇതിൽ വരുന്നതല്ല, ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സി ആക്ച്വലി OETക്ക് അതിൻ്റെതായ ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്താ ഉള്ളത്, നമ്മുടെ OET ലെറ്റർ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്രൈറ്റീരിയ ബേസ്ഡ് ആണ്. സോ കുറച്ച് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കോർ കിട്ടും. ഡസന്റ് നെസസറിലി മീൻ ദാറ്റ് വി നീഡ് ടു ഫോളോ എ ഫോർമാറ്റ്. അതില്ലെങ്കിലും കുഴപ്പമില്ല. OET റെക്കമെൻഡ് ചെയ്യുന്നത് ഫോർമാറ്റ് വേണ്ട എന്ന് തന്നെയാണ്. അവരുടെ ലെറ്ററിൽ ഒന്നും തന്നെ ഫോർമാറ്റ് ഇല്ല, നമുക്ക് മാറ്റി മറിച്ചൊക്കെ എഴുതാറുണ്ട്. പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കാം. അതിന്റെ ബേസിലല്ല മാർക്ക് കിട്ടുന്നത്. എക്സാക്ട്ലി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 3 സെറ്റ്, അതായത് എന്താ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇൻഫർമേഷൻ ചെയ്യേണ്ടത്. സോ ഇതിനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതിയാണല്ലോ തുടങ്ങുന്നത്. തീർച്ചയായും നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ നമുക്ക് ഇവർക്ക് 2 ക്വസ്റ്റ്യൻസ് കൊടുക്കാം. പ്രസന്റ് ചെയ്യാം നമുക്ക്. ലൈക്ക് വിൽ ബി പ്രൊവൈഡിംഗ് 2 ഇൻട്രൊഡക്ഷൻ. ലൈക്ക് ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, അത് ഒരിക്കലും ലെങ്തി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ അല്ല കൊടുക്കണം. കുറെ ലൈക്ക് വി ഹാവ് ബീൻ ഇൻ ദിസ് ഫീൽഡ് ഫോർ മോർ ദാൻ 3 years അല്ലേ. സോ ഇത്രേ കാലയളവിൽ തന്നെ പല പിള്ളേരും ബൾക്കി ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതിക്കൊണ്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ റീഡറിന് ഇത് മുഴുവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരമില്ല. നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ചെയ്യേണ്ടത്. സോ ഇറ്റ് ക്യാൻ ബി 1 or 2 സെന്റൻസിൽ അത് നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 സെന്റൻസ്, അതിൽ കൂടുതൽ പോകേണ്ട ആവശ്യമില്ല. സോ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ഞങ്ങൾ ഒരു എയും ബി എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് റൈറ്റ് ഇൻട്രൊഡക്ഷൻ? നമ്മളിപ്പം കണ്ട കേസ് നോട്ട് ഇവിടെ ഏകദേശം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് കേസ് നോട്ടിൽ. സോ ആ കേസ് നോട്ടിൽ വിച്ച് ഇസ് അപ്രോപ്രിയേറ്റ് വൺ, എ ആണോ ബി ആണോ അപ്രോപ്രിയേറ്റ് ആണോ ഇൻട്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്ടീവ് എന്നുള്ളത് ജസ്റ്റ് കമന്റ് എ ഓർ ബി ഒന്ന് കമന്റ് ചെയ്യാം. Purpose of letter, hospital stay, monitoring current status. Read this and please give your opinion as a comment. Okay. I think it is visible to everybody, right? This is A and this is B. So let's explain, right? Can't see, can A. Is it visible? Like somebody commenting like can't Anu say. Maria commented A. So is there any? So A. Okay. Many people are commenting A. So anyone with a different answer? Anyone thinking differently? Everybody is commenting. Yeah, most of them are commenting. Yes, Thomas. Like, hi. See, we can't blame anyone because they have been practicing. Like they have been. It's followed like in this way. Yeah. We are not saying that this is a wrong one. We are not saying that it's wrong, but read each sentences and like think about which is better. Adiramu B. Okay, we have A, B. Can see. Thank you. Sonia A. Yeah, a lot of comments coming. So I think it's right and to disclose which one is correct. Yes. See, a much better common introduction passage is B. Because if you just look at it, it's quite simple and straight. അതായത് ഇവിടെ പറഞ്ഞുള്ളൂ, നമ്മുടെ പേഷ്യൻ്റെ പേര് മിസ് ഹിലറി ഡിസാന്റോ, യുവർ റെസിഡൻറ്റ്. നമ്മുടെ അറിയാം നോൺ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം യുവർ റെസിഡൻറ്റ് വാസ് അഡ്മിറ്റഡ് യെസ്റ്റർഡേ. 24th ഡിസ്ചാർജ് ആവുന്നത്. സോ ലെറ്റർ വിൽ ബി റിട്ടേൺ ഓൺ 24th. 24th ലെറ്റർ എഴുതുന്നുണ്ട്. 23rd അഡ്മിറ്റ് ആയതിനെ നമ്മൾ യെസ്റ്റർഡേ എന്ന് പറയുന്നു. ഫോർ ദ റിമൂവൽ ഓഫ് ബനിയൻ ഓൺ ഹെർ റൈറ്റ് ഫുട്ട്. എന്തിനാണ് നമ്മൾ ബനിയൻ എന്നിട്ട്? സി ആക്ച്വലി അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്
ഓസ്റ്റിയോട്ടമി എന്നുള്ള സർജറിയാണ് കഴിഞ്ഞത്. പിന്നെ അവരുടെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് വാസ് എ മെഡിക്കൽ ടേം. നമ്മൾ ഒരിക്കലും നമ്മുടെ ലെറ്ററിൻ്റെ ഇനീഷ്യലിൽ ലൈക്ക് ഇൻട്രഡക്ഷൻ പാസേജിൽ ഒരു മെഡിക്കൽ ടേംസ് ഉപയോഗിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ലൈക്ക് ഫൈൻഡ് സംതിങ് സിംപ്ലർ. ഫോർ എക്സാമ്പിൾ ഒരു മയോകാർഡ് ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സെയിം ആസ് ഹാർട്ട് അറ്റാക്ക്. സോ അതിന് ഹാർട്ട് അറ്റാക്ക് എന്ന് എഴുതി വെച്ചാൽ മതി. അതുപോലെ തന്നെ ബ്രോങ്കൈറ്റീസ് എന്നുള്ളതിന് ലങ് ഇൻഫെക്ഷൻ. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇൻട്രഡക്ഷൻ പാരഗ്രാഫ് എഴുതാവുന്നതാണ്. സോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ ആണ് ഇത്. മിസ് ഹിലറി സാൻഡോ, യുവർ റെസിഡന്റ് വാസ് അഡ്മിറ്റഡ് യെസ്റ്റർഡേ ഫോർ ദ റിമൂവൽ ഓഫ് എപ്പനിയൻ ഓൺ ഹെർ റൈറ്റ് ഫുട്ട്. So that is clear. I think now move on to the organization part. So let's project the lecture again. Okay. Yeah, many people commented A, B, mixed. Okay. Now what about organization? Already we selected the relevant topics. Now moving on to the organization. Okay. So since we just wrote our first introduction paragraph, next let's move on with the first body paragraph. That is the paragraph that we include that things need to be provided. Provide ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ബോഡി പാർട്ടിൽ നമ്മൾ പറയുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാതെ നമുക്കൊരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫിന് ഒരു സ്റ്റാർട്ടിങ് ഇട്ട് തുടങ്ങാം അല്ലെ. എപ്പോഴും ഇന്ന കാര്യങ്ങൾ കൊടുക്കണം, പോസിറ്റീവ് കാര്യം പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാതെ ഒരു സ്റ്റാർട്ടിങ് ഇട്ട് എഴുതുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു ക്രൈറ്റീരിയനാണ് സ്ട്രക്ചർ ആൻഡ് ഫ്ലോ. സോ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എന്താ പറയാ ഒരു ഓർഡറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് വെച്ച് നമുക്ക് തുടങ്ങാം. കാരണം ഇതാണല്ലോ നമ്മുടെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത്. സോ അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് നമുക്ക് എഴുതി ഇന്ന ട്രീറ്റ്മെന്റ് 23 ജൂണിൽ കഴിഞ്ഞു. Okay, now is it clear? Can everybody read it? So they are also asking about the purpose of the letter. Yeah. നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ഡിസ്ചാർജിലേക്ക് എഴുതി വെക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. നമ്മുടെ ഈ ഡൗട്ട് വരാൻ കാരണം നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇൻട്രഡക്ഷൻ പാരഗ്രാഫിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും വാട്ട് ദേ റിക്വയർ അതാണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇത് നമ്മളിപ്പോൾ ഒരു പുതിയ രീതിയിലുള്ള ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ എഴുതിയത്. സോ അതുകൊണ്ടാണ് ഈ ഒരു ഡൗട്ട് വരുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് ദ പേർപ്പസ് ഈ നമ്മുടെ എൻ്റയർ ലെറ്ററിൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ. സോ talking about the treatment, the first paragraph, the purpose. സോ നമ്മൾ അതായത് റൈറ്റ് ഓസ്റ്റിയോട്ടോമി എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, അത് നമുക്ക് എഴുതാം. അതിന്റെ കൂടെ തന്നെ പേഷ്യന്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, കറന്റ് കണ്ടീഷൻ നമ്മൾ let me do that. So assessment എന്ന് പറയുമ്പോൾ ഓവറോൾ ഗുഡ് പ്രോഗ്രസ്. സോ അതിൻ്റെ അർത്ഥം എന്താ, പേഷ്യൻറ്റിന് റൈറ്റ് ഓസ്റ്റിയോട്ടോമി കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോൾ he has an overall good progress. സോ ഇതിനെ നമുക്കൊരു ഫസ്റ്റ് സെന്റൻസ് ഇനീഷ്യൽ ലൈക്ക് നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ ഡിസ്ചാർജ് പ്ലാനിലായിരിക്കും, സോ ഒബ്വിയസ്ലി അവിടെ ആയിരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ വരിക. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എലിവേഷൻ ഓഫ് റൈറ്റ് ഫുട്ട്, ദെൻ ബെഡ് റെസ്റ്റ്, അവോയ്ഡ് വെയിറ്റ് ബെയറിംഗ്, ഐസ് ഇഫ് നീഡഡ്. സോ ഇത്രയും കാര്യമാണ് ഇനിഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു 3 കാര്യം വരുമ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ എടുത്ത് എഴുതുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ തന്നെ നോക്കണം, ആദ്യം നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് ചെല്ലുന്ന ഉടനെ എലിവേഷൻ ഓഫ് റൈറ്റ് ഫുട്ട് ആണോ കൊടുക്കുന്നത്, അതോ ബെഡ് റെസ്റ്റ് ആണോ കൊടുക്കുന്നത്, അതോ വെയിറ്റ് ബെയറിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്. അവിടെയും നമുക്ക് സെന്റൻസ് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ. ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ ബെഡ് റെസ്റ്റിന്റെ കാര്യമായിരിക്കും പറയുന്നത്. ബെഡ് റെസ്റ്റ് പറഞ്ഞു, അതിനുശേഷം നമുക്ക് എലിവേഷൻ ഓഫ് റൈറ്റ് ഫുട്ടിന്റെ കാര്യം പറയാം. സോ എലിവേഷൻ ഓഫ് റൈറ്റ് ഫുട്ടിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ബിക്കോസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്യുപ്മെന്റ് റിക്വയർഡിനകത്ത് ക്രച്ചസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ, അത് ആൻഡ് ഓൾസോ വെയിറ്റ് ബെയറിംഗ്. അത് കഴിയുമ്പോൾ ഐസ് ഇഫ് നീഡഡ് പറയാം. ദെൻ ഓൾസോ യു ക്യാൻ ടോക്ക് അബൌട്ട് വെയിറ്റ് ബെയറിംഗ്, then crutches provided by the hospital. Again, എനിക്കൊരു we have a question again, it's from Ruby. Can we write client's full name in introductory paragraph? നോട്ട് നെസസറിലി വേണം, കാരണം നമ്മൾ റെഫറൻസ് എന്ന് എഴുതുന്നുണ്ട്. അതായത് ഡിയർ റീഡറിൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ താഴെ നമ്മൾ റെഫറൻസ് കൊടുക്കുന്നുണ്ട്. സോ റെഫറൻസിൽ നമ്മൾ ക്ലയൻറ്റിന് ഫുൾ നെയിം കൊടുക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് എഴുതുമ്പോഴത്തേക്കും സെക്കൻഡ് നെയിം വെച്ച് വിളിച്ചാൽ മതി. ഇഫ് ഇറ്റ്സ് ഗീവൺ, അതായത് അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, മിസ്, മിസ്റ്റർ, മിസ്സസ് എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. ഇഫ് നത്തിങ് ഇസ് ഗീവൺ ജസ്റ്റ് ഗോ വിത്ത് ദ ഫസ്റ്റ് നെയിം. എഗെയിൻ സെക്കൻഡ് ഫുൾ നെയിം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് യു ആർ നോട്ട് ഗോയിങ് ടു ലൂസ് ഇൻ സ്കോ. എഴുതിയില്ലെങ്കിലും
ഓക്കെയാണ്. കാരണം എന്തുകൊണ്ടാ, നമ്മൾ റെഫറൻസിൽ മുഴുവൻ പേരും കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്താണ് ഇതിനകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത്? നമ്മളിത് പറഞ്ഞു, ബെഡ് റെസ്റ്റിന്റെ കാര്യം പറഞ്ഞു, എലിവേഷൻ ഓഫ് റൈറ്റ് ഫുഡ്, ദെൻ ഐസ് ഇഫ് നീഡഡ്, ദാറ്റ് സെമി റെലവന്റ് ആണ്, നമുക്ക് ആഡ് ചെയ്യാം. അവോയ്ഡ് വെയിറ്റ് ബെയറിംഗ് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? സോ അതാണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആസ് വെൽ ആസ് help with ADLs, showering, toilet use, etc. ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട ഇത് അവിടെ നമ്മുടെ കെയർ ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈക്ക് വെരി നെക്സ്റ്റ് മൊമെന്റ് തൊട്ട് ചിലപ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും. സോ ഒബ്വിയസ്ലി ഇത് ആവശ്യമുണ്ട്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ. സോ സെക്കൻഡ് പാരഗ്രാഫിൽ വരുമ്പോൾ മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്താണ് മെഡിസിന്റെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഡിസ്ചാർജ് പ്ലാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണാം മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ്. മോണിറ്റർ മെഡിക്കേഷൻ മാത്രമല്ല, മോണിറ്റർ മെഡിക്കേഷൻ കംപ്ലയൻസ്, അതായത് പേഷ്യന്റ് സമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഓഫ് ടോപ്പിക് ആണ്, എന്നാലും ഞാൻ പറയുവാണ്, ഈ കംപ്ലയൻസ് എന്ന് പറഞ്ഞ കാര്യം മിക്കപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. കംപ്ലൈന്റ് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ, സോ അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക കംപ്ലയൻസ് തന്നെയാണ് എഴുതുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് നോക്കി കഴിഞ്ഞാൽ പാരഡൈൻ ഫോർട്ട് ഓഗ്മെന്റിംഗ് ഡ്യൂ ഫോർ റിവ്യൂ അറ്റ് കംപ്ലീഷൻ ഫോർ കറണ്ട്. അതായത് ഇവിടെ നമുക്കൊരു വേറൊരു കാര്യമുണ്ട്. മോണിറ്റർ മെഡിക്കേഷൻ്റെ കൂടെ തന്നെ പാരഡൈൻ ഫോർട്ടും ഓഗ്മെന്റീനും നമ്മുടെ പേഷ്യന്റ് കഴിച്ച് കഴിഞ്ഞ് റിവ്യൂ ഉണ്ട് എന്ന് പറയാം. അതായത് നമ്മുടെ റിവ്യൂവിന് പോകുന്ന സമയം, അതായത് എന്താണ് ഈ ഔട്ട് പേഷ്യന്റ് റിവ്യൂവിന്റെ സമയമാകുമ്പോഴത്തേക്കും ഈ മരുന്നിന്റെ ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞിരിക്കണം. അത് മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. അത് മോണിറ്റർ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ടു കണ്ടിന്യൂ ഒബ്വിയസ്ലി കൊടുക്കണം. എഗെയിൻ മോണിറ്ററിംഗ് എനിത്തിങ്, മോണിറ്ററിംഗ് വേറെ ഒന്നും പോകുന്നില്ല. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മോണിറ്ററിംഗിലേക്ക് പോകുന്നത്. അതെ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാന്ന്. സോ ലൈക്ക് സിൻസ് ദേ ആർ ഡൂയിങ് സോ മച്ച്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവരൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് ഇഫ് യു കുഡ് മോണിറ്റർ ഹിസ് അല്ലെങ്കിൽ ഹെർ മെഡിക്കേഷൻ കംപ്ലയൻസ് എന്ന് നമുക്ക് എഴുതി വെക്കാം. അതെ, ആ ഒരു പാരഗ്രാഫ് മോണിറ്ററിംഗ് പാരഗ്രാഫ് ആഡ് ചെയ്യാം. നൗ തേർഡ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്നത്, സെക്കൻഡ് വൺ മോണിറ്ററിംഗ്, തേർഡ് വൺ ഇസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് അറിയേണ്ടത്, പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് രണ്ട് പാരഗ്രാഫിൽ കൊടുക്കാത്ത റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഫർമേഷൻ രീതിയിൽ വരുന്നത്. യെസ്, there is a review. അതായത് 7th ജൂലൈയിൽ റിവ്യൂ ഉണ്ട്. അന്നാണ് റിമൂവേഴ്സ് സർജിക്കൽ ബൂട്ടും സ്റ്റേപ്പിൾസും. സോ അത് റിവ്യൂന്റെ കാര്യം ഇൻഫോം ചെയ്യണം പാരഗ്രാഫിൽ. അതായത് റിവ്യൂ ഉണ്ടെന്നും അന്ന് ഈ ബൂട്ടും സ്റ്റേപ്പിൾസും റിമൂവ് ചെയ്യും എന്നും പറയണം. പിന്നെ അതുപോലെ തന്നെ അന്ന് തന്നെ സപ്പോർട്ടിന് വേണ്ടി ഒരു ബ്രേസും കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. Then follow physiotherapy outpatients. Appointments to be fixed as ഓസ്റ്റിയോപ്പതി റിവ്യൂ. നമുക്ക് ഈ പേഷ്യന്റിന് ഒരു ഫിസിയോതെറാപ്പി വിസിറ്റ്, ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. അത് എപ്പോഴാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്? നമ്മുടെ ഓസ്റ്റിയോപ്പതി റിവ്യൂ, അതായത് 7th ജൂലൈയിൽ ഈ ഓസ്റ്റിയോപ്പതി റിവ്യൂവിന് പോകുന്ന സമയത്ത് വേണം നമ്മളതും ഫിക്സ് ചെയ്യാൻ വേണ്ടി. സോ അത് നമ്മളും അറിയിക്കണം. സോ ലൈക്ക് ഹി നീഡ്സ് ആൻ ഓസ്റ്റിയോപ്പതി, ഹി നീഡ്സ് എ ഫിസിയോതെറാപ്പിക് റിവ്യൂ. അതെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫോം ചെയ്യാന്നുള്ളിടത്ത് ആഡ് ചെയ്യുന്നത്. സോ ഓർഗനൈസേഷന്റെ പാർട്ട് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് റീഡർ അറിയേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റീഡർ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫസ്റ്റ് പാരയിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓൾ അബൌട്ട് മോണിറ്ററിംഗ്, ദാറ്റ് ഇൻക്ലൂഡ് ദ മെഡിസിൻ, ഡീറ്റെയിലിംഗ് എവറിത്തിങ്, ആൻഡ് ഫൈനലി അബൌട്ട് ദി ഇൻഫർമേഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസേഷനിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രമല്ല, ഇതൊരു നോൺ കേസ് ആയതുകൊണ്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഈ രീതിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ. ഇൻ കേസ് ഇതൊരു അൺനോൺ കേസ് ആണെങ്കിൽ സോ ഇറ്റ് വുഡ് ബി ഡിഫറെൻറ്റ്. സോ ലൈക്ക് ബട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് റിമെയിൻസ് ദ സെയിം. അൺനോൺ കേസ് ആണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. നോൺ കേസ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിൽ വെച്ചുകൊണ്ട് ഓർഗനൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓർഡർ ഓഫ് വിസിറ്റ്, ടൈം ഓഫ് വിസിറ്റ്. അതായത് ഓരോ ആശുപത്രിയിൽ ചെന്ന സമയത്തിന്റെ അനുസരിച്ച്. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെ പറ്റി ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് ഡു കമന്റ്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. So I think we can reveal that answer right now. Yes, we should. Answer part. Yeah. So waiting for their comments. Anybody has any doubt?
I have. Yeah, Anandu just typed like good presentation. Really thanks to you. Matthews Kiran said like he's having difficulty to read. So I think right now it is clear, right? Quite it was clear. Previously. So if you still have any difficulties, please do comment. Yes. So let us know. So no need to include nursing management. No need to include nursing management. അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ലൈക്ക് വൈറ്റൽ സയൻസ് നോർമൽ ആണോ, അഗെയിൻ HP, നഴ്സിംഗ് മാനേജ്മെന്റിനകത്ത് തന്നെ നോർമൽ ECGയും വൈറ്റൽ സയൻസ് നോർമൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത്. ആൻഡ് ദാറ്റ് ക്യാൻ ബി എ സെമി റെലവെന്റ് പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിന്റെ തന്നെ താഴെ നമുക്ക് പെനഡിൻ ഫോർട്ടിൽ അല്ലെങ്കിൽ ഓഗ്മെന്റിന്റെ അതിന്റെ മെഡിസിന്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ മോണിറ്ററിംഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കാരണം ലൈക്ക് ഇങ്ങനെ ഇതുപോലത്തെ ക്രൂഷ്യൽ ആയിട്ട് ഡൗട്ട് വരാൻ കാരണം വെച്ചാൽ ലൈക്ക് ഈ ഒരു രീതിയിലല്ല ആക്ച്വലി എഴുതുന്നത് OET ലെറ്റർ പോകുന്നത്, ഇത് ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് ഐ എം റിയലി ഹാപ്പി ഇപ്പോൾ ലൈക്ക് വി ആർ ഏബിൾ ടു പ്രസന്റ് ദം ദ റൈറ്റ് വേ. So when is your next online class? Are you asking about live or any other online classes? Yeah, live നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു കാരണം 3 സ്റ്റെപ്പാണ്. സോ വി വിൽ ബി ഡിസ്കസിങ് സെക്കൻഡ് ലൈക്ക് ആദ്യത്തെ 2 സ്റ്റെപ്പാണ് ഡിസ്കസ് ചെയ്തത്. ട്രാൻസ്ഫോമിംഗ് എന്ന് പറയുന്ന അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. സോ if you are interested, really want to know about it, please do comment. We will be happy to do that. Yes. നമ്മുടെ റെഗുലർ ബാച്ച് ഓപ്പൺ ആണ്. ലൈക്ക് നെക്സ്റ്റ് കറന്റ്ലി റണ്ണിംഗ് ആണ്. സോ if you want to join us, please come and visit us. And regular ബാച്ചിന് ഒരു അഡീഷണൽ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു നല്ലൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ മെറ്റീരിയൽസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഒഫീഷ്യൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി 4 മൊഡ്യൂളിന് ഒഫീഷ്യൽ മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് റെഗുലർ ബാച്ചിന് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ റെഗുലർ ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണത്. സോ റെഗുലർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വരിക, ഞങ്ങളുടെ ഓഫീസും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും കാണുക. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ലൈക്ക് ഇറ്റ്. സോ നെക്സ്റ്റ് ലൈവ് ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞു നമുക്ക് അടുത്ത ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അത് നെക്സ്റ്റ് ഫ്രൈഡേ ഓർ ലൈവ് സെക്ഷൻ എപ്പോഴാണ് നിങ്ങളെ അത് തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും. ആൻഡ് വി ആർ റിയലി ഹാപ്പി ടു ഹെൽപ്പ്. ഇറ്റ്സ് ലൈക്ക് ആൻ ഓണർ സെർവിങ് യു ഗൈസ്. ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ലെറ്റർ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ഇത്രയും സിമ്പിൾ. OET ലെറ്റർ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ ആണ് സാറേ. ഇവിടെ ശരിക്കും നമുക്ക് ഒരു കണക്ടേഴ്സ് ഇവിടെ കാണാൻ പറ്റും. എക്സാക്ട്ലി. ഞാൻ ആക്ച്വലി ഐ വാസ് കമ്മിങ് ടു ദാറ്റ്. ഇവിടെ നമ്മുടെ ഈ ഒരു ലെറ്ററിന്റെ പാരഗ്രാഫ് കൺസ്ട്രക്ഷൻ, സെന്റൻസ് കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കണക്ടേഴ്സ് പോലും കാണാൻ പറ്റത്തില്ല എന്നുള്ളത്. കണക്ടേഴ്സ് ഇല്ല. ഈ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ, മിസ് ഡി സാന്റോസ് റൈറ്റ് ടോക്സ്റ്റോമി വാസ് സക്സസ്ഫുൾ ആൻഡ് ഷീ ഈസ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. ഇറ്റ്സ് എ കോമ്പൗണ്ട് സെന്റൻസ്. ഷീ റിക്വയർസ് ആംബിൾ ബെഡ് റെസ്റ്റ് വിത്ത് എലിവേഷൻ ഓഫ് ഫുഡ് പാക്ക് ഇഫ് നെസസറി. അഗെയിൻ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഹോസ്പിറ്റൽ പ്രൊവൈഡ് വാസ് ക്രച്ചസ് ആസ് ഷീ ഈസ് അഡ്വൈസ്ഡ് ടു അവോയ്ഡ് വെയിറ്റ് ബെയറിംഗ്. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു ക്യാൻ അസിസ്റ്റ് in her daily activities such as toileting and showering. Again അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. സോ നോക്കിക്കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സെന്റൻസ് ലൈക്ക് ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈങ് ആണ്. എന്തുകൊണ്ടാണ്? വി ഹാവ് എ സിമ്പിൾ സെന്റൻസ്, വി ഹാവ് കോമ്പൗണ്ട്, കോംപ്ലക്സ് സെന്റൻസ്. യെസ്, 3 ടൈപ്പ് സെന്റൻസ് പോകുന്നുള്ളത് തന്നെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ പല ലെറ്ററിലും കണ്ടിട്ടുണ്ട് ഒരുപാട് കണക്ടേഴ്സ് ഇഷ്ടം പോലെ. അതായത് പറയുകയാണെങ്കിൽ ആദ്യ കാലത്തൊട്ടുള്ള കണക്ടേഴ്സ് കൂടുന്നുണ്ട്. ശരിക്കും നമ്മൾ പലപ്പോഴും കണക്ടേഴ്സ് യൂസ് ചെയ്യണമല്ലോ എന്നോർത്ത് യൂസ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഒരു സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോവാണ്. ഈ ഒരു കേസ് നോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു B സ്കോറിനേക്കാളും കൂടുതലും കിട്ടുന്ന ഒരു കേസ് നോട്ടാണ്. ഒരു കേസ് നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ടേഴ്സ് കാണാൻ പറ്റില്ല. ബട്ട് ഞങ്ങൾ പറയുന്ന കണക്ടേഴ്സ് യൂസ് ചെയ്യേണ്ടെന്നല്ല. പക്ഷെ വൺ തിങ് ദാറ്റ് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് കണക്ടേഴ്സിന്റെ കണക്ടേഴ്സിന്റെ ബേസിലല്ല നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ, റൈറ്റിംഗ് ക്രൈറ്റീരിയ. Again I have a question from Vijesh baby. What is the criteria for writing body? First see actually ലെറ്ററിന്റെ ബോഡി തിരിഞ്ഞ് ക്രൈറ്റീരിയകളൊന്നും എൻറ്റയർ ലെറ്ററിന് കുറച്ച് സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ഉണ്ട്. സോ അത് ഫ്രം ടോപ്പ് ടു ബോട്ടം ആ ക്രൈറ്റീരിയ വെച്ച് എഴുതുക എന്നുള്ളതാണ്. സോ ദർ ഈസ് നോ സ്പെസിഫിക് ക്രൈറ്റീരിയ ഫോർ ഈച്ച് പാർട്ട് ഓഫ് ദി ബോഡി. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. So yes, I hope Vijesh you got your answer and thank you for your questions. Really good questions. Anything else? Any other doubts? You can just comment so that after replying to your questions, we'll be moving on to the letter.
So what about the word limit, sir? Word limit, again another common ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 180 to 200. അപ്രോക്സിമേറ്റ്ലി 180 to 200 പറയുന്നതിന് അർത്ഥം ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രിക്റ്റ് റൂൾ. അതായത് 150 മുതൽ 200 വരെ ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് പേപ്പർ അവരെടുത്ത് കളയത്തില്ല. സോ വി വോണ്ട് ബി പീനലൈസ്ഡ് ഓൺ എനി ഓഫ് ദാറ്റ്. അപ്രോക്സിമേറ്റ്ലി എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ ഇഫ് യു ലൈക്ക് വെൻ ബിലോ 170 അല്ലെങ്കിൽ 175 ഒക്കെ ആണെങ്കിൽ ഓക്കെ, 2.5 to 10 ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. ബട്ട് അതിന് മുകളിലോട്ട് പോകാതിരിക്കുക. കാരണം അതിന്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 200 വേർഡ്സ് അല്ലെങ്കിൽ 210 മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ഇൻക്ലൂഡ് സംതിങ് ഇറലവന്റ്. അതിന് പകരം നമ്മളൊരു 180 170 അല്ലെങ്കിൽ 160 ബിലോ ആയി കഴിഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് എക്സ്ക്ലൂഡഡ് സം റെലവന്റ് ഇൻഫോർമേഷൻ. സോ അതാണ് ഈ വേർഡ് കൗണ്ടിന്റെ പുറകിലുള്ളൊരു കോൺസെപ്റ്റ്. സോ അതുകൊണ്ട് എപ്പോഴും ഓർക്കാം, നമ്മൾ പ്രോപ്പർ റെലവന്റ് ഇൻഫോർമേഷൻ എടുത്ത് പ്രോപ്പർ സെന്റൻസ് സ്ട്രക്ചർ, പ്രോപ്പർ ഗ്രാമാറ്റിക്കൽ റേഞ്ച്, ആക്യുറസി ഇതെല്ലാം നോക്കി എഴുതി കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഡൗട്ട് യുവർ ലെറ്റർ will be within 190 to 195. ആ ഒരു റേഞ്ചിൽ എന്താണെങ്കിലും നിങ്ങളുടെ ലെറ്റർ വരും. അഗൈൻ വൺ മോർ തിങ്, നമ്മുടെ ഒരു ബോഡി പാരഗ്രാഫ് എവിടം തൊട്ടാണ് എന്നുള്ളൊരു ഡൗട്ട് കോമൺ ആയിട്ട് വരാറുണ്ട്. അവിടെ ഐ ബിലീവ്, ഇറ്റ്സ് മൈ പേഴ്സണൽ ബിലീവ്, ഐ തിങ്ക് ദാറ്റ് ഇറ്റ്സ് ഫ്രം ഹിയർ റെഫറൻസ് മുതൽ നമ്മുടെ യുവർ സിൻസിയർലിയുടെ ഇവിടം വരെയാണ് ഒരു ലെറ്ററിന്റെ ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ വേർഡ് കൗണ്ട് എന്ന് പറയുന്നതും റെഫറൻസ് തൊട്ട് യുവർ സിൻസിയർലി വരെയുള്ള വാക്കുകളാണ് എണ്ണാറ്. So we have one more question asked by Swapna Melvin. Is there any problem if we add semi-relevant point into our letter? No issues at all. No issues. Really good question. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യമുള്ളൂ. നമ്മുടെ ലെറ്റർ, if our letter is too small, definitely we can add semi-relevant points. ഇനിയിപ്പോൾ നമ്മുടെ വേർഡ് ലിമിറ്റിന്റെ അടുത്ത് എത്തി നമ്മുടെ ലെറ്റർ ആണെങ്കിൽ you can simply avoid it because അത് semi-relevant ആണ്. സെമി-റെലവന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരിക്കലും എക്സ്ട്രീംലി റെലവന്റിനെ പ്രിസൈഡ്സ് അതിന് മുൻപ് എഴുതാൻ പാടില്ല. ഒബ്വിയസ്ലി അത് കഴിഞ്ഞേ എഴുതാവുള്ളൂ. സോ എപ്പോഴും ഫസ്റ്റ് പ്ലേസ് കൊടുക്കേണ്ടത് എക്സ്ട്രീംലി റെലവന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെമി റെലവന്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഐസ് പാക്കിന്റെ കാര്യം, ഷീ റിക്വയർസ് ആംബിൾ റെസ്റ്റ്, എലിവേഷൻ ഓഫ് ദ റൈറ്റ് ഫുഡ് ആൻഡ് ഐസ് പാക്ക്. ഇവിടെ ഇത് ആ ഒരു സെന്റൻസിന്റെ ഓർഗനൈസേഷൻ തന്നെ നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ ബേസ്. കാരണം ആദ്യം വേണ്ടത് ബെഡ് റെസ്റ്റ് ആണ്. ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് വേണം ഫുഡ് എലിവേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം ഐസ് പാക്ക് കൊടുക്കുക. കാരണം ഒരിക്കലും ഹോസ്പിറ്റലിൽ ചെന്ന് ഉടനെ കാലയിലോട്ട് ഐസ് പാക്ക് എടുത്ത് വെക്കില്ല. So other sentence organization ആണ്. So I suppose Swapna your questions were answered properly. Lakshmi asked a question. Since it is a non-case, past history is irrelevant. Obviously past history is irrelevant. പക്ഷേ അവിടെ ഒരു exceptional case ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ hypertension. Because verapamil to continue എന്ന് പറഞ്ഞ് നമ്മുടെ discharge plan മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു പോയിന്റ്, അതായത് സിൻസ് ഹൈപ്പർടെൻഷൻ ഉള്ളത് കൊണ്ട് verapamil കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ ഒരു പോയിന്റ് മാത്രം നമ്മൾ റെലവന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതെ. Another one is what about the tenses using Lisha M George? What about tenses? Tenses നമുക്ക് നോർമലി പ്രസന്റ്, സിമ്പിൾ, ഫ്യൂച്ചർ ടെൻസ് ഒഴികെയുള്ള നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ടെൻസസ് ആയിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ എഴുതാറ് ഇഫ് ക്ലോസ്, അതായത് കണ്ടീഷൻ ചേർത്താണ്, ഇഫ് ക്ലോസ് ചെയ്താണ് എഴുതാറ്. സോ ഇഫ് യു ഹാവ് എനി ക്വറീസ് എന്നൊക്കെ പറഞ്ഞു. സോ എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ അയക്കുക. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ടെൻസിന്റെ യൂസ് വരുന്നില്ല. ബട്ട് അതർ ടെൻസസ് എല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Okay. The nice presentation to answer and Sharma. Thank you so much, Divya Vaishak. Then Ashwati KP sir, yours sincerely is S is in capital letter or not? അത് സിൻസിയർലി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് വേർഡ് ആയതുകൊണ്ട് ഇറ്റ്സ് ക്യാപിറ്റലാണ്. മോസ്റ്റ് ഫോർമൽ ലെറ്റേഴ്സിലും ക്യാപിറ്റലാണ് നോർമലി കണ്ടുവരാറുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, OET അതിൻ്റെതായ ഫോർമാറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഫോർമൽ ലെറ്ററിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു രീതിയിൽ നമുക്കിതും എഴുതാം. Okay, then any other questions? Yes, please give us your questions. We are really excited. Good response, Yes, Sharon? Yes, good response. Everybody is commenting their questions. And in case any എന്തെങ്കിലും ഒരു ഡൗട്ട് ഇത് ക്വസ്റ്റ്യൻസ് ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്തൊരു ലൈവിൽ അത് ക്ലാരിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ILTയുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോസ് വരുന്നുണ്ട്. സോ യു കുഡ് ജസ്റ്റ് അതിന്റെ അണ്ടറിൽ പോയി കമന്റ് ചെയ്ത് കഴിഞ്ഞാലും വിൽ ബി ഗിവിംഗ് ദി ആൻസേഴ്സ്. പിന്നെ ഇൻ കേസ് അതൊന്നും പറ്റിയില്ല, നെക്സ്റ്റ് ലൈവിൽ വരുമ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് ചോദിച്ചാലും മതി. സോ വി ഹാവ് ടു നമ്മുടെ ILTയുടെ e-learning platform, നമ്മുടെ വി ഹാവ് എ വണ്ടർഫുൾ ആപ്പ്. എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആപ്പാണ്. സോ ഐ എം ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ബെനിഫിഷ്യൽ.
both English as well as Malayalam pack is available, so you can select expert trainers ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ്. So it's really good. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. 20 hours or 30 hours 40 hours വെറൈറ്റി പാക്സ് ഉണ്ട്, ലൈക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പാക്ക് ഉണ്ട് നമുക്ക്. സോ ഇറ്റ്സ് പോസിബിൾ. അഗെയിൻ ഞാൻ പറഞ്ഞു, റെഗുലർ സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമുക്ക് ഇതേക്കൂടെ ഒത്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടാനുള്ള സ്കോപ്പ് കൂടുതൽ. സോ റെഗുലർ ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളവർ ഒബ്വിയസ്ലി റെഗുലർ തന്നെ വരിക. സോ ജസ്റ്റ് കം. നമ്മുടെ റീ ഓപ്പണിംഗ് ടൈമിൽ നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ബാച്ച് തന്നെ മോർ ദാൻ 20 ഒക്കെ പോയിട്ട് ഞങ്ങൾക്ക് എന്താ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുത്തേണ്ട. സോ അതുകൊണ്ട് അതുപോലെ ട്രസ്റ്റഡ് ആണ് ILT എന്ന് പറയുന്നത്. തീർച്ചയായും എക്സ്പേർട്ട് ട്രെയിനേഴ്സ് ആണ്. വേറെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിൽ സംശയമാണ്. വി ഹാവ് ദാറ്റ് അതോറിറ്റി. കാരണം ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട്. കുറെ എഫേർട്ട് എടുത്തിട്ടാണ്. വൈ ഞങ്ങൾക്ക് ജസ്റ്റ് എന്താ നോർമലായിട്ട് പോകാമായിരുന്നു, ബട്ട് വി ഡിഡ്ന്റ്. Even though for your benefit we are just നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ OET ഒഫീഷ്യൽ മെറ്റീരിയൽ അത് നമ്മുടെ സ്റ്റുഡൻസിന് ബെനിഫിറ്റ് ആവട്ടെ എന്ന് ഓർത്താണ് നമ്മൾ അത് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ IILT. സോ വി ഓൾ വെൽക്കം യു ടു അവർ. സോ കട്ടപ്പന വരിക, ഞങ്ങളുടെ നാട് കാണുക, വരിക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരിക. ജസ്റ്റ് ചെക്ക് ഔട്ട് ദി പ്ലേസ് ആൻഡ് ഐ ആം ഷുവർ യു ആർ ഗോയിങ് ടു ലവ് ഇറ്റ്. ഓക്കേ, നൗ വാട്ട് അബൌട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് രണ്ട് കേസസിലാണ് നമുക്ക് ക്യാപിറ്റൽസിന് യൂസ്. എഗെയിൻ ഒന്ന് മരുന്ന്, രണ്ട് അസുഖങ്ങളുടെ പേര്. പിന്നെ ബാക്കിയുള്ള ക്യാപിറ്റൽ സാധാരണ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ തന്നെ ഫസ്റ്റ് സെന്റൻസിന്റെ ഫസ്റ്റ് ലെറ്റർ ഒബ്വിയസ്ലി ക്യാപിറ്റൽ ആയിരിക്കുമല്ലോ. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ക്യാപിറ്റൽ മരുന്ന്. എഗെയിൻ ഉണ്ട് ഓസ്റ്റിയോട്ടമി എന്ന് പറയുമ്പോൾ ഇതൊരു സർജറിയാണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർജറി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കാം. എഗെയിൻ ഒരു മരുന്നുണ്ട് പെനഡിൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഈ മരുന്ന്, ഓക്മെന്റിൻ എന്ന് പറയുന്ന മരുന്നൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് നമുക്ക് കൊടുക്കാം. എഗെയിൻ ഒരു അസുഖത്തെ പറ്റി പറയാണ്. അസുഖത്തെ പറ്റി ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പാർക്കിൻസൺസ് എന്ന് പറയുന്ന അത് ഒരു സയന്റിസ്റ്റ്, ഒരു വ്യക്തിയുടെ പേരിലുള്ള അസുഖമായതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നു, പി എന്നത്. സെയിം ഫോർ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പാരസെറ്റമോൾ അല്ലെങ്കിൽ പാരസെറ്റമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമ്പൗണ്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. So we have another question, sir. Can we write the age of patient in purpose paragraph? Not needed. നമ്മളത് റെഫറൻസിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷന് മുകളിലായിട്ടുള്ള ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സോ അത് പ്രോബബ്ലി നമ്മുടെ ഇവിടെയാണ് വരാറ് റെഫറൻസ് ഡിസൈൻ. ഇവിടെ നമ്മൾ ഏജ് കൊടുക്കാത്തത് ഇതൊരു നോൺ കേസ് ആയതുകൊണ്ടാണ്. കൊടുക്കാം DOB. ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഡേറ്റ് ഓഫ് DOB എന്നിട്ട് 2 കുത്തിടുക, ആൻസർ എഴുതുക. അല്ലെങ്കിൽ ഏജ് ഈസ് ഓൾഡ് അങ്ങനെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം. Now I think we'll just have a look at this. Priyanka, Anil, good presentation. Really, thank you. Again, we have another message from Swapna. How can we write medicines in letter? Any special order? For example, നമുക്ക് മരുന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡ്യൂറേഷൻ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെമിക്കോളൻ ഇട്ടെഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ ABC എന്ന് പറഞ്ഞ 3 മരുന്ന്. അതെ, ഇനിയിപ്പം 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് B എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ A എഴുതുക. അതിനുശേഷമാണ് Bയുടെ കാര്യം മെൻഷൻ ചെയ്യുന്നത്. മരുന്ന് എഴുതുന്ന രീതി എന്ന് പറയുമ്പോൾ ABC എന്ന് പറയുന്ന 3 ഇമാജിനറി മെഡിസിൻ ആണ്. സോ നോക്കുക, A 30 mg 2 times daily, B 30 mg 2 times daily, C 30 mg 2 times daily. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ A, 30 mg, 2 times daily, സെമിക്കോളൻ, B, 30 mg. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ടാബ്ലറ്റ് ആണെങ്കിൽ ടാബ് എന്ന് എഴുതുക, ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് എഴുതുക. യെസ്. സോ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ നമുക്ക് കൊടുക്കാം. നമ്മുടെ ലെറ്ററിനകത്ത് ഒരു കാര്യങ്ങളും കൂടി പറയാണ്ട്. അതായത് നമ്മളിവിടെ പെനഡിൻ ഫോർട്ട്, ഓക്മെന്റിൻ എന്ന് പറഞ്ഞുകൊണ്ട് സെമിക്കോളൻ വെച്ച് എഴുതിയില്ല. കാരണം ഇവിടെ നമുക്കതിൻ്റെ എമൗണ്ടോ ഡ്യൂറേഷനോ ഒന്നും തന്നെ തന്നിട്ടില്ല. പെനഡിൻ കൊടുക്കണം, ഓക്മെന്റിൻ കൊടുക്കണം. അതുകൊണ്ട് മാത്രം നമ്മൾ ആ രീതിയിൽ എഴുതി. സോ നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. എഗെയിൻ നമ്മുടെ റീഡറിൻ്റെ അഡ്രസ്സ്, ഡേറ്റ്, name of the patient, name of the reader, reference patient പേര്, resident ആയിട്ട് ബ്രാക്കറ്റിൽ റെസിഡന്റ് കൊടുത്തു, ഇൻട്രൊഡക്ഷൻ. ലൈക്ക് കണ്ടോ, ഒരു ഒറ്റ സെന്റൻസ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇറ്റ്സ് ക്ലിയർ. ഇത് ക്രിസ്പ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ലെറ്റർ ആണ്. അതെ, ഫസ്റ്റ് പാരഗ്രാഫ് നമ്മുടെ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. Miss DeSantos' wrist osteotomy was successful and she is making good progress. She requires ample bed rest with elevation of the right foot and ice pack if necessary. The hospital has provided crutches as she is advised to avoid weight bearing. It would be appreciated if you can assist her in daily activities such as toileting and showering. So that is a well defined paragraph. Now ഇത് സിമ്പിൾ ഒറ്റ വായനയിൽ
മനസ്സിലാകും. Yes. Now Again, the second paragraph. monitoring, Miss yes. D. Santo must complete her current medication pending for augmentin of 4 to which needs to be reviewed at completion. അത് നമ്മൾ നേരത്തെ കണ്ടു. കംപ്ലീഷനിൽ അത് റിവ്യൂവിന്റെ സമയത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി സാന്റോ മസ്റ്റ് കംപ്ലീറ്റ്. സോ പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട് നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. Yes, we have another message. So someone is asking us to explain. Okay, so I'm like forgive me if I pronounce your name wrong. It's Humanda Riaz. So yeah, semicolon and colons come. It's according to the medicine. So suppose we are having 3 medicines A, B, and C, and the medicines have is given the like the time of consumption and also the amount. So we divide them by using a comma and a semicolon. Okay. Yes. സോ ഇവിടെ ഞാൻ പറയുന്നത് സാറേ മിസ് ഡി സാന്റോ മസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ പല കുട്ടികൾക്കും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട്, ക്യാൻ വി യൂസ് മസ്റ്റ് ലൈക്ക് അതൊരു ഫോർമൽ ലെറ്ററിൽ നമുക്കത് പറയാം, അതൊരു റൂഡ് ആയിട്ടുള്ള മെത്തേഡ് ആണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് അവിടെ മസ്റ്റ് കൊടുക്കാൻ കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവരുടെ നെക്സ്റ്റ് റിവ്യൂവിന് മുമ്പായിട്ട് ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞിരിക്കണം. ബിക്കോസ് പ്രോബബ്ലി അടുത്ത റിവ്യൂ കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് കോഴ്സ് കൊടുക്കാനുണ്ടാവും. സോ കോഴ്സിൽ ഡിലേ വരാതിരിക്കാൻ വേണ്ടിയാവും അങ്ങനെ നമ്മൾ മസ്റ്റ് എന്ന് ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ അഗെയിൻ ഇത് നമ്മൾ ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ നേരത്തെ പാസ് മെഡിക്കൽ ഹിസ്റ്ററിന്ന് എടുത്തതാണ്. അതിലെ റെലവന്റ് പോയിന്റ് ആയിരുന്നു. റാംപിൾ മാത്രം. മസ്റ്റ് ബി കണ്ടിന്യൂഡ്. വി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് ഇൻ മോണിറ്ററിംഗ് ഹർ മെഡിക്കേഷൻ കംപ്ലൈൻസ്. നമ്മൾ ലാസ്റ്റ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് വി ജസ്റ്റ് we appreciate your effort in monitoring her medication compliance. Now the last paragraph, that is information paragraph. The staples and board of Miss De Santo will be removed on 7th July 2018 at outpatients. Following this, she will require assistance in the management and monitoring of her wound. Her physiotherapy sessions will be arranged during the orthopedic review. Yes, so information കൊടുക്കേണ്ട കാര്യങ്ങളും നമ്മൾ അനുസരിച്ച്. So please do not hesitate should you arise to contact me should any issues arise. ഇതും നമ്മൾ ഒരു പുതിയൊരു സെന്റൻസ്. സോ നോർമലി പിള്ളേർ if you have any queries please do not hesitate to contact. So അത് നമ്മൾ റീപ്ലേസ് ചെയ്യാം. വളരെ നോർമൽ ആയിട്ട് I think OET people might have gotten bored. അവർ ബോർ അടിച്ചാണ് ഈ സെന്റൻസ് കണ്ട്. So we have brought you something new. Please do not hesitate to contact me should any issues arise. Yours sincerely, ward nurse. That is the end of the letter, right? Yes. So ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നിഷാമോൾ ദേവസ്, is there any problem to put brackets while writing letter? അതിന് പ്രോബ്ലം ഒന്നുമില്ല. നമ്മളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ കാണാം ഹൈപ്പർ ടെൻഷൻ മെഡിസിൻ വെറാംപമിൽ നമ്മളത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. So no problem. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്ന് വെറാംപമിൽ എന്ന് പറയുന്ന മരുന്ന് ലൈക്ക് ഓൾറെഡി കണ്ടിന്യൂയിങ് ആണ്. ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് കൊടുക്കണം എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ബ്രാക്കറ്റിൽ അത് ഇന്ന മരുന്നാണ് എന്നറിയിക്കാൻ വേണ്ടി ജസ്റ്റ് ഇട്ടു. Another question, this please write any medication order to make us understand better. Please write any medication order. Yes, can I write here? Like I think that would do. Yeah, you can write here. Yes, okay. So for example, so name is Humda Riaz. For example, we have 3 medicines A, B and C. Okay. So we have to give A 30 mg like 3 times. Then same as B, and again same as C. So how do we write this in a letter? So we can write this. Let's assume that these are tablets. So we will write tab A, comma 30 mg, comma 3 times. Then we write a semicolon. And so you have to write in a straight line. So I'll be writing below tab B, comma 30 mg, comma again 3 times. Again since we have another we have a C, so we do not put semicolon here, we just put an and tab C, the same quantity and frequency same. So sir, I think the time is coming to an end. So yes, I think we need to wind up. So I think Humanda Riaz, you got your answer, and thanks for your question. That was really, it was really good. We felt good helping you.
Yes. So it was, I think, this section ellarkum beneficial aayirunnu. So we are so happy that you people all joined and asked many questions, and we are satisfied that we could help you out. So actually we have one more point. So let's be quick. നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്, ഓർഡർ ഓഫ് ടൈം ഓഫ് വിസിറ്റ്. ഓർഡർ ഓഫ് ടൈം ഓഫ് വിസിറ്റ് രണ്ട് രീതി വരാം. ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ഇഷ്യൂവിന് വേണ്ടി പലതവണ വരിക, അല്ലെങ്കിൽ പല ഇഷ്യൂസിന് വേണ്ടി പലതവണ വരിക. പല ഇഷ്യൂസിന് വേണ്ടി പലതവണ വരേണ്ട ഒരു കേസിലാണെങ്കിൽ നമ്മൾ നോക്കുക, റീഡറിനെ വെച്ച് നോക്കിയിട്ട് ഏത് ഇഷ്യൂ ആണ് ഇമ്പോർട്ടൻറ്റ്, അതിന് നമുക്ക് ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. സെയിം ഒറ്റ ഇഷ്യൂവിന് വേണ്ടി പലതവണ വരിക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രോഗ്രസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1st of January എൻ്റെ കാലൊടിഞ്ഞു, 2nd, 3rd ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് പല ട്രീറ്റ്മെൻറ്റായിട്ട് വന്നു. ലൈക്ക് ലെറ്റ്സ് സേ February 30th ആയപ്പോഴത്തേക്കും ഐ വാസ് ഏബിൾ ടു വാക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ, 1st of January തൊട്ട് 28th of February വരെ ലൈക്ക് കണ്ടിന്യൂസ് ഒരേ പ്രോഗ്രസ് ആയിരുന്നു, എൻ്റെ കണ്ടീഷണൽ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും 1st January മുതൽ February ഉള്ള ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അത്രയും ഇൻഫോർമേഷനെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നോട്ട് മോർ ദാൻ 2 sentences എഴുതി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഓർഡർ ഓഫ് വിസിറ്റ്. So thank you so much for joining. So we'll be coming live again soon, and we'll be clarifying all your questions again. So I think this part is quite clear to everybody. Priya M. George's last doubt on 3 times daily, അതായത് മരുന്നിൻ്റെ ഡ്യൂറേഷൻ ആണ്. രാവിലെ തൊട്ട് 3 നേരം കൊടുക്കണം. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ലൈക്ക് നമ്മുടെ പ്രോപ്പർ കേസ് നോട്ടിനകത്ത് മേ ബി ലൈക്ക് BD, TID എന്നൊക്കെ ആയിരിക്കും. സോ ദാറ്റ് എവറി വൺ കുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ കേട്ടോ. And Hamza, Riyaz, I understood it. Thank you so much. Oh, thank you so much. We are happy to hear that you understood it. Yes. Again, so I think it's time to wind up the session. And thank you guys for the support. I think the relevant, semi-relevant organization part is very clear to everybody. And we wish you all the success for your exam. And have a very good night. And thank you for coming here. Thank you.